അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചങ്ങായിമാരെ ഞങ്ങളെ കൺട്രി എക്സ് എന്ന വ്ളോഗിലേക്ക് സ്വാഗതം, യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അതിനിടയ്ക്ക് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ശ്രുതി പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട്, അതുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഓൾറെഡി ബോയിൽ ആയാലും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പറയാ, ഇത് നമ്മള് റീലിന് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ച് വിഷ്വൽ മാജിക്കലി വരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. സോ അതാണ് പരിപാടി. സ്റ്റീൽ ബോൾ എടുത്തിട്ട് അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അഭിഷേക് വൈപ്പ് ചെയ്യാണ്. വൈപ്പ് മെയിൻ അതാണ്. ഗ്ലൗസ് വന്ന് കണ്ടില്ല നിങ്ങള്? അത് എല്ലാരും ഫുഡ് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. കൈ വൃത്തിയാക്കിയാൽ മതി. ഇതിപ്പോ നമ്മളൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് മെയിൻ. ആലു ടിക്കി ചാട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിന്റെ പേര് ആലു ടിക്കി ചാട്ടാണ്. ഇത് സ്ട്രീറ്റ് ചാട്ടാണ്. അത് കുറച്ച് നമ്മളെന്താക്കുന്ന ഒരു അടിപൊളിയായി കൊടുക്കുന്നുള്ളൂ. നിങ്ങള് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടണമെന്നില്ല. തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും അത്. തട്ടിക്കൂട്ട് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഹൈജീന്റെ ഒരു വിഷയമാണ്. സ്ട്രീറ്റ് ഫുഡ് നമ്മുടെ ഫുഡ് വ്യത്യാസമാണ്. ഓൾറെഡി കുറെ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു കൈത് ഗ്ലൗസ് കിടുമ്പോ അത്ര ഹൈജീൻ ആയെന്ന് മനസ്സിലാക്കാം. അതന്നെ സ്മാഷ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ആടുന്ന ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് മീൻസ് ടു ടേസ്റ്റ് ആണ്. അതാണ്. അപ്പൊ അങ്ങനെ ഇട്ടിട്ടുള്ളത് ടെർമറിക് ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, യെസ്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഒരു എന്താ പറയാ പോയിസൺ റിമൂവ് ചെയ്യുന്ന പച്ചക്കറികളിലും ഈ ക്യാബേജിലൊക്കെ യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഇവിടെ അതല്ല പർപ്പസ്. മഞ്ഞപ്പൊടി കണ്ടപ്പം പറഞ്ഞെന്നുള്ളൂ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. കുരുമുളക് കിട്ടോ? കുരുമുളക് ഇട്ടിട്ടില്ല. കുരുമുളക് നമ്മള് നോമ്പൊക്കെ എടുത്ത് ക്ഷീണിതനാണ് ഞങ്ങളെല്ലാരും. അപ്പൊ അതിന്റേതായ ഇതുണ്ട്, ഒരു മന്തിപ്പുണ്ട്. ചില്ലി, ചോപ്പിട്ട് ചില്ലി, ഫൈൻ ചോപ്പിട്ട് കൊറിയാൻഡർ ഇതിട്ടിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അത്യാവശ്യം മിക്സ് ചെയ്യുമ്പോൾ ഒത്തുചേർന്ന് എന്നാലാണ് എല്ലാ ഏരിയയിലേക്കും ആ ടേസ്റ്റ് അങ്ങോട്ട് പമ്പ് ചെയ്യുള്ളൂ. എല്ലാവർക്കും സുഖം കരുതുന്നു. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നു. 75 വ്യൂസ് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. നിങ്ങള് മനസ്സറിഞ്ഞ് തരുന്ന സപ്പോർട്ട് ആണ് ഞങ്ങളെ ഓരോ വീഡിയോയും കഷ്ടപ്പെട്ട് എടുക്കാനുള്ള ഊർജ്ജം തരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിട്ടുപോയ ഫസ്റ്റ് പറയാൻ വേണ്ടിട്ട് ആന്നില്ല. നമ്മള് മനസ്സിൽ തോന്നി എന്താ പറയുന്നത് ഓൺ സ്പോട്ട് തോന്നുന്നത്. മൈനൊക്കെ ചിരിയാണ് വരുന്നത് ഇത് കാണുമ്പോ. ധോനിയിലിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ നമ്മള് ഓനിയിട്ടിട്ട് മനികക്ക് ഇത് കാണുമ്പോ ശ്രുതിയാണ്ടോ കുട്ടിന്റെ പേര് മനികല്ല. ശ്രുതിക്ക് എന്താ തോന്നുന്നത്? ഉള്ളിട്ട് മിക്സ് ആക്കുന്നതാണ്. കൊച്ചിന്റെ പേര് ശ്രുതി എന്നാണ്. വേറൊരു ഫ്രണ്ടാണ് മനിക എന്നുള്ളത്. അത് അപ്പത്തിൽ വന്നു അതാണ്. ഇവരെണ്ണാളും കാണാൻ ഒരേപോലെയാണ്. എല്ലാവരും എയർപോർട്ടിൽ എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ക്യാബിൻ ക്രൂ വരെ നമ്മോട് പറഞ്ഞു എല്ലാവരും ഒരേപോലെ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത് കേട്ടോ. ഇപ്പൊ റീസെന്റ് നടന്ന ഇൻസിഡന്റ് അതാണ് ഇത് റിപ്പോർട്ട് നമുക്ക് കാര്യത്തിലേക്ക് നമ്മുടെ ഹൈജീൻ കണ്ടിട്ട് ശ്രദ്ധിക്കുന്നത് തോന്നുന്നത്. നല്ല ഹൈജീനാണ്. ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോ നിനക്ക് എന്താണ് കഴിക്കാൻ തോന്നില്ല? ഇത് പുറത്തുനിന്ന് ഇപ്പൊ നമ്മളിപ്പം ഔട്ട് സൈഡിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ തോന്നും ചിലർക്ക്. പക്ഷെ ചിലർ ഉണ്ടാകുന്ന കാണുമ്പോ അവരും ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടി പോപ്പുലാരിറ്റി ആൾക്കാർ കഴിക്കാൻ. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. സ്ട്രീറ്റ് ഫുഡ് ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഹൈജീൻ കൺസേൺ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ഒന്ന് കഴിക്കാൻ നമ്മൾ പുറത്ത് പഠിച്ചു വരുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മളെ അറിയാൻ പറ്റും. അതെന്താ അഭിഷേകം എന്താകുന്നതാണ് ഒരു കട്ട്ലറ്റ് പരുവത്തിലേക്ക് ഉരുട്ടി മാറ്റുന്ന അതാണ് കാണുന്നത്. അത് എന്താ ഗുണ്ടാക കൈന്റെ ഉള്ളിൽ വെച്ചിട്ട് തമ്മുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങക്ക് വേണമെങ്കിൽ മറ്റേ ഷേപ്പ് മോൾഡ് യൂസ് ചെയ്യാം. മുറിക്കാൻ പറ്റും. പക്ഷെ ഇത് ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോ ഇതൊക്കെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അത്യാവശ്യം ടേസ്റ്റ് ഉള്ളത്. ഒരിക്കലും ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഓർഡർ ചെയ്തു
അധികം പോകുന്ന സാധനമാണ് ഒരാൾ കഴിച്ചു ആലു ടിക്കി ചാട്ട്. ആലു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊട്ടറ്റോ. ഓക്കെ, ടിക്കി ചാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങള്. അതാണ് സംഭവം. അപ്പൊ ഇങ്ങനത്തെ ഒരു മൂന്നാണ് നമ്മളൊരു ഇതിലേക്ക് പ്ലേറ്റിലേക്ക് 4-5 യൂസ് ചെയ്യാം. പക്ഷെ നമ്മള് അവിടെ സെർവ് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞത് 3 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താക്കാൻ പോവാണ്, ഇതിലേക്ക് അതിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഇതിലേക്കാണ് പോകുന്നത്. ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഇതിലേക്കാണ് പോകുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മനിക കാണുന്നില്ലേ? ഇതിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇതിടുകയാണ്. എന്നിട്ട് ബോത്ത് സൈഡ് രണ്ട് സൈഡും ഓൾറെഡി പൊട്ടറ്റോ കുക്ക്ഡ് ആണ്. ആ ക്രിസ്പിനെസ് ഔട്ട് ലെയറിൽ വരണം. അതാണ് നമ്മൾ പർപ്പസ് ഈ ഓയിൽ ഫ്രൈ ചെയ്യുന്നോണ്ടിരിക്കുന്നത്. സ്വീറ്റ്നെസ് വരും. കഴിക്കുമ്പോ തന്നെ ഒരു ഓയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മെൽറ്റ് ഇൻ മൗത്ത് എന്ന് പറയില്ല, മെൽറ്റ് ഇൻ മൗത്തിലാണ് സംഭവം ഉള്ളത്. എന്ന് വെച്ചാൽ റെഡി ബൂംബാങ്ക്. ബൂംബാങ്ങിനെ അറിയോ? ബൂംബാങ്ങിനെ അറിയില്ല? പ്ലീസ് ചെക്ക് ഔട്ട് ബൂംബാങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്ന നമ്മളെ പോലെ നമ്മളെക്കാളും വെറൈറ്റി ഇല്ലല്ല. അപ്പൊ അതെന്താ സൈഡ് മറിച്ചിട്ടിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് എന്തായി ഫ്രൈ ആയിട്ടുണ്ട്. ജസ്റ്റ് സിമ്മിലിട്ടിട്ട് എത്രയാണ് 6 or 5 അതിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്പേഴ്സ് കാണിക്കാം നമ്മൾ 8ന്റെ. അപ്പൊ അതിലിട്ട് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്തെടുത്തിട്ട് എന്തൊക്കെയാണ് സാധനം കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാണ്. നോക്കിയില്ലേ? കുക്കായിട്ടുണ്ടോ അഭിഷേകം? ഔട്ടർ ലെയർ ആണ് ഉദ്ദേശിക്കുന്നത്. കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലായതോടെ ഞങ്ങൾ എന്താക്കുന്നത്, ടിഷ്യൂലേക്ക് മാറ്റാം. ഹെൽത്തും മെയിൻ. ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് ഹെൽത്തും നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, 200 ആലു ചാട്ടെങ്കിലും കഴിക്കാം. അല്ലാത്ത പക്ഷെ 100ലേക്ക് കൗണ്ട് കുറയേണ്ടി വരും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഡൗട്ട് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്ത ഓയിൽ ഏതാ? ഓയിൽ വെജിറ്റബിൾ സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഗാർണിഷിനോടായിട്ടുള്ള സ്ട്രോബെറി അത് ഐസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് അല്ല, റിഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒരു പോർഷൻ നമുക്ക് ആവശ്യമുള്ളൂ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട്. ഇത് ഫൈൻ ജോബ് ഒക്കെ ചെയ്തിട്ട് ആവശ്യം വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിട്ട് ഫസ്റ്റ് ഫുഡ് കണ്ണുകൊണ്ടാണ് ആസ്വദിക്കുന്നത്, പിന്നെ ടേസ്റ്റ് ചെയ്ത് ആസ്വദിക്കേണ്ടത്. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് ചോപ്പിംഗ് ബോർഡ്, ഗ്രീൻ ചോപ്പിംഗ് ബോർഡ് ഉദ്ദേശിക്കുന്ന എപ്പോഴും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഓരോന്നിനും ചോപ്പിംഗ് ബോർഡ് ഉണ്ട്. അത് വേറെ ചെയ്യുന്നതാണ്. ആവശ്യം കമന്റ് ചെയ്യാം. അപ്പൊ അതിന് വേറെ നമ്മൾ എന്താക്കുന്നുണ്ട്, ചോപ്പിംഗ് ബോർഡ് ക്ലീൻ ചെയ്തു. ക്ലീനിങ് വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതെന്ന് വെച്ചാൽ ആ കുഴിഞ്ഞ ഭാഗത്ത് ഈ സാധനം ഇതിൽ ഒരു ഹാർഡ് ഫേസ് വരുന്നുണ്ട്. അതാണ് ആലുട്ടിക്ക് ഫ്രൈ ചെയ്തത്. ലിക്വിഡ് ഫേസ് ആയിട്ട് വരുന്നതാണ് സ്വീറ്റ് കേർഡ്, പിന്നെ സ്വീറ്റ് ചട്നി, ഡിപ്പ് കൂടുതൽ ആഡ് ചെയ്യുന്നത് സ്വീറ്റ് കേർഡ് ആണ്. സ്വീറ്റ് കേർഡ് ഒന്നുമില്ല, കേടിനകത്ത് പഞ്ചസാര നല്ലോണം മിക്സ് ചെയ്യാം. മിക്സിയിലിട്ട് അടിച്ചാൽ കേട് വെള്ളമായി പോകും. അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മളെ ഷേക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്യാതെ അങ്ങനെ ചെയ്യാം. പിന്നെ സ്വീറ്റ് ചട്നി സാധനമാണ്. ഹീറ്റ് ചെയ്തിട്ട് ലിക്വിഡ് വല്ല കൺസിസ്റ്റൻസിയിൽ എടുക്കുന്ന സാധനമാണ് മിന്റ്. കേടില് മിന്റ്, കൊറിയാണ്ടർ, മിന്റ് കൂടുതൽ, കൊറിയാണ്ടർ കുറച്ച് കുറവ്, ഗ്രീൻ ചില്ലി, ചാറ്റ് മസാല, സോൾട്ട്. ഈ മിൻ ചട്നി ഉണ്ടാക്കുന്ന വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. എന്നിട്ട് മിൻ ചട്നി നോർത്ത് ഇന്ത്യൻ ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു ഇതാണ് ഡിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് വെക്കാണ് ഓരോ ആലു ടിക്കി, 3 ഫ്രൈ ചെയ്ത ആലു ടിക്കി. അതാണ് പ്ലേറ്റിംഗ്. നിങ്ങൾ ഇതിപ്പോ ഞങ്ങൾ ഇങ്ങനെ നമ്മളിത് ആലുട്ടിക്ക് പൂർണ്ണമായിട്ട് ഡിപ്പ് ചെയ്യുന്നില്ല. ചില സ്ഥലത്തുള്ള ആലുട്ടിക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുമ്പേ ഡിപ്പ് ചെയ്തോണ്ട് ചെയ്തിരുന്നത്. അപ്പൊ ക്രിസ്പിനെസ് പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഔട്ടർ ലെയറിൽ ഒരു ക്രിസ്മസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അങ്ങനെ ചെയ്തിട്ട് അടുത്ത പരിപാടിയാണ് സ്വീറ്റ് ചട്നിയും കേടും അതേപോലെ മിൻ ചട്നിയും എന്നും കൂടി എന്താക്കാണ് മേലെ ഔട്ടർ ലെയറിലും ജസ്റ്റ് അടിയിൽ ഇട്ടതിനേക്കാളും കുറച്ചും കൂടി കുറച്ചായിട്ട് മീൻസ് ഓൾറെഡി സാധനം അടി വന്നിട്ടുണ്ട്. ഇത് കൂടുതലായ കുറച്ച് പ്രശ്നമാണ്. എല്ലാം ഒരു കൺസിസ്റ്റൻസിയിൽ ഇടാൻ പാടുള്ളൂ. നിങ്ങൾ കുറച്ച് അളവിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും ചാറ്റ് മസാല മെൽറ്റ് ഇൻ മൗത്ത് ആവും. ഓക്കെ, ചാറ്റ് മസാല ഇട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. പിന്നെ സേവ് ചാറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ സേവ് നമ്മുടെ നാട്ടിലെ മിക്സർ, നമ്മളെ എന്റെ നാട്ടിലെ ഓമപ്പൊടി എന്ന് പറയാം. മിക്സ്ചർ അതല്ല ബിരിയാണി മിക്സറിന്റെ ഒരു കൺസിസ്റ്റൻസി ഞങ്ങളുടെ ഓമപ്പൊടിയാണ്. ശരി ഗൈസ്, ഞങ്ങളുടെ നാട്ടില് ബിരിയാണി മിക്സറിന്റെ ഒരു സാധനം ബിരിയാണി മിക്സർ അതിന്റെ പേര് പറയാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ സ്ട്രോബെറി ഗാർണിഷ് എന്ന പർപ്പസിന് വേണ്ടിട്ട് സ്ട്രോബെറി യൂസ് ചെയ്തിട്ടുണ്ട്. പോമഗ്രാനൈറ്റ് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് സ്ട്രോബെറി യൂസ് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ നമ്മൾ എടുക്കാം, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് സ്ട്രോബെറി യൂസ് ചെയ്യുന്നത്. പോമഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ മൈക്രോ ലീഫും വെക്കാം, മൈക്രോഗ്രീനും വെക്കാം. ഇപ്പൊ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിച്ചോ.